എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നടത്തുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് 14-ാം തീയതി വരെ ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റാണ് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ, അതായത് നവംബർ 16-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടുകയും ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു 16-ാം തീയതിക്കകം തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ്. ഇന്ന് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. കാരണം ഈ ഒരു 16-ാം തീയതി വരെ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഫീ പേയ്മെൻറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിലും 16-ാം തീയതി വൈകുന്നേരത്തിനുള്ളിലായിട്ട് വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടണം എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ബാങ്ക് വഴി നിങ്ങൾ അടക്കുകയാണെങ്കിൽ ഏകദേശം 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതായിട്ടുള്ളത്. അപ്പോൾ അഡ്മിഷൻ നേടുകയാണെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. കാരണം വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ നേടാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നതല്ല. അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിലും നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിലും നിങ്ങളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നില്ല. അതായത് നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ അഡ്മിഷൻ നേടാതിരിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അഡ്മിഷൻ നേടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിലും സെയിം ആ ഒരു, അതായത് രണ്ടിൻ്റെയും റിസൾട്ട് സെയിം ആണ്. കാരണം പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളെ കൺസിഡർ ചെയ്യില്ല എന്നാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം സൈഡിലായിട്ട് നിങ്ങൾക്ക് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. രജിസ്ട്രേഷൻ ID അതുപോലെ തന്നെ പാസ്വേഡും നൽകിയ ശേഷം സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അവിടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ടഡ് എന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട് കാണാം. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അലോട്ടഡ് എന്നുള്ളതിൻ്റെ ഭാഗത്തായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വ്യൂ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ലിങ്ക് കൂടി കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള പേജിലേക്ക് പോകുന്നതാണ്. നിങ്ങൾക്ക് നേരത്തെ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആണെങ്കിൽ അവിടെ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു മുൻപ് കിട്ടിയ ആ ഒരു കോളേജ് ഡീറ്റെയിൽസും പുതുതായിട്ട് കിട്ടിയ കോളേജിൻ്റെ ഡീറ്റെയിൽസും കാണാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അത് ഈ ഒരു പുതുതായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പുതുതായിട്ട് കിട്ടിയ കോളേജിൻ്റെ നേരായിട്ട് മെമ്മോ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇനി അതേസമയം ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആദ്യമായിട്ട് ഇപ്പോൾ കിട്ടിയ കോളേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഏത് കോളേജിലാണ്, ഏത് കോഴ്സിലാണ്, എത്രാമത്തെ അലോട്ട്മെൻ്റ് ആണ്, അതുപോലെ തന്നെ ഏത് കോട്ടയിലാണ് സീറ്റ് കിട്ടിയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള വിവിധ വിവരങ്ങൾ നിങ്ങൾക്കതിൽ കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് 2 ഓപ്ഷനുകളാണ് ഉണ്ടാവുക. ഒന്ന് ഓൺലൈൻ പേയ്മെൻറ്റ് മോഡാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതേസമയം രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഓഫ്ലൈൻ മോഡ്, അത് ചലാൻ ഉപയോഗിച്ചുകൊണ്ടുള്ള മോഡുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ചലാൻ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ചലാൻ പ്രിൻ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ചലാൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് ആ ഒരു പൈസ ഫീ പേയ്മെൻ്റ് ആയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ ഏകദേശം 25,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് വരിക. അതുപോലെ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 20,000 സംതിങ് രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് വരിക. എത്ര രൂപയാണ് വരിക എന്നുള്ളത് ആ ഒരു ചലാനിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇന്ന് ഫീ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ ഒരു ബാങ്ക് വഴി ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നാളെയാണ് ഈ ഒരു അഡ്മിഷൻ നേടാൻ, നാളെയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്മിഷന് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വിദ്യാർത്ഥികൾ കയ്യിൽ കരുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്, വിദ്യാർത്ഥികളുടെ ഈ ഒരു കോളേജ് ജോയിനിങ് ഈ ഒരു നവംബർ 16-ാം തീയതിയാണ്. പോകുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് മെമ്മോയും ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും എടുക്കണം എന്നുള്ളത്
പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അതായത് ഓരോ ഈ ഒരു അലോട്ട്മെൻറ്റ് നടപടികളിലൂടെ ഈ ഒരു വിദ്യാർത്ഥികളുടെ ആ ഒരു സീറ്റുകളൊക്കെ ഫില്ല് ചെയ്യപ്പെട്ടിട്ടുള്ള കോളേജുകളിൽ ഇന്നാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഈ ഒരു സീറ്റ് ഫില്ല് ചെയ്യപ്പെടാത്ത കോളേജുകളിൽ ഇത് ജസ്റ്റ് ഏകദേശം ഒരു 20-ാം തീയതിക്കുള്ളിൽ തന്നെയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക. അപ്പോൾ ഏകദേശം വിദ്യാർത്ഥികളൊക്കെ സീറ്റ് ഫുള്ളായിട്ടല്ല ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യപ്പെട്ടുള്ള കോളേജുകൾ ആണെങ്കിൽ ഇന്ന് മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അതുപോലെ പ്രത്യേകം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, കാൻഡിഡേറ്റ് ഹൂ ഗെറ്റ് അലോട്ട്മെൻറ്റ് മസ്റ്റ് ജോയിൻ അലോട്ടഡ് കോളേജസ്, അതർവൈസ് ദേ വിൽ നോട്ട് ബി കൺസിഡർഡ് ഫോർ ഫർദർ അലോട്ട്മെൻറ്റ്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്താലും ചെയ്യാതെയും നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിലും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ കൺസിഡർ ചെയ്യില്ല എന്നാണ് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാതിരുന്നാലും, ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാതിരുന്നാലും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അതുകൊണ്ട് തന്നെ കോളേജിൽ ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ജോയിൻ ചെയ്താലും ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിലും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിലും നിങ്ങളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അതുകൊണ്ട് തന്നെ നാളെ വൈകുന്നേരം അഡ്മിഷൻ നേടാം എന്ന് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടുന്ന അലോട്ട്മെൻറ്റ് മെമോ, അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, അത് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ SC BC OBC, അതുപോലെ ഈ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ എന്നിവർ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ്, അത് ഫീസ് ആനുകൂല്യമുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കണം. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, വാക്സിനേഷൻ ലഭ്യമല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ്, വിഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് വേണ്ടത്. അതുകൂടാതെ നിങ്ങൾക്ക് PTF ഫണ്ട് ഉണ്ടാകും, അത് ഏകദേശം ഒരു 3000-ഓളം രൂപ വരും. അപ്പോൾ ആ ഒരു പൈസ എടുക്കണം, ഏത് കോളേജിൽ കിട്ടിയ വിദ്യാർത്ഥികളായിരുന്നാലും. അതുപോലെ തന്നെ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ NOC സർട്ടിഫിക്കറ്റ് കൂടി ആ ഒരു അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ ഏകദേശം 81,000-ഓളം രൂപ ബാലൻസ് ഫീസായിട്ട് അഡ്മിഷൻ സമയത്ത് ഈ വർഷത്തെ ഫീസ് ഇനത്തിലും അതുപോലെ കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിലുമായിട്ട് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ആ ഒരു 81,000-ഓളം രൂപ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു പൈസ അഡ്മിഷൻ സമയത്ത് തന്നെ അടക്കേണ്ടതായിട്ട് വരും. ഗഡുക്കളായിട്ട് അടക്കാനുള്ള അവസരം കോളേജ് കൊടുക്കാറില്ല. സാധാരണ അധിക കോളേജിലും അഡ്മിഷൻ സമയത്ത് തന്നെ അടക്കണം എന്നുള്ളതാണ് പറയാറുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഫീസിൻ്റെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ അഡ്മിഷൻ സമയത്ത് തന്നെ ആ ഫീ പേയ്മെൻറ്റ് മുഴുവനായിട്ട് അടക്കണമെന്ന് കോളേജ് പറയാറുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും അതൊരു ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നാളെ വൈകുന്നേരത്തിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.